ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. അത് മുരിങ്ങയില വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മുരിങ്ങയില എടുത്ത് ഇതുപോലെ നല്ല വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇടേണ്ടതാണ്. ഇനി ഈ ഡിഷിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ചധികം ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, മല്ലിയില, ഉഴുന്നുപരിപ്പ്, പിന്നെ ഇതിന് പുളി കൂടെ വേണം. കുറച്ച് പുളി, ജീരകം, ഒരു പച്ചമുളക്, വറ്റൽമുളക്. എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില കൊണ്ടാണ് ഇന്നത്തെ ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രുചിയേറിയതും വെറൈറ്റിയുമായിട്ടുള്ള മുരിങ്ങയില ചട്നിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ശുദ്ധമായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം ഇതിനാവശ്യമായ ചേരുവകൾ ചേർക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് കടുക് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പച്ചമുളക്, വറ്റൽമുളക്, വെളുത്തുള്ളി, പിന്നെ നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് വഴറ്റാം. ഉഴുന്നുപരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ചേർത്ത് വഴറ്റാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ജീരകം ഇട്ട് അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റി ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിൽ കുറച്ച് കറിവേപ്പിലയും മുമ്പേ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ചെറിയ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നല്ല പോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടെ നല്ല പോലെ വഴറ്റണം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയില കൂടെ ചേർത്ത് അതിനോടൊപ്പം തന്നെ ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ അടച്ചു വെച്ച് ഇതുപോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില കൂടെ ഇതിൽ ചേർക്കേണ്ടതാണ്. ഇത് ചെറുതായി ചൂടായതിനു ശേഷം ഈ പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കുറച്ച് നേരം തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സി ജാർ എടുത്ത് എല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കേണ്ടതാണ്. അരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മുന്നേ എടുത്തു വെച്ച പുളി കൂടെ ഇതിൽ ചേർക്കേണ്ടതാണ് കേട്ടോ. പുളി കൂടെ ചേർത്ത് അരച്ചാലാണ് ഈ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം, പക്ഷേ ഇതുപോലെയാണ് വേണ്ടത്. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേറൊരു കറിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു ചട്നി മാത്രം ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. ഈ ചട്നിയോടൊപ്പം തന്നെ കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും അതിൻ്റെ മേലെ ചേർത്ത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുരിങ്ങയില കറി വെച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്